ആഴ്ചയിൽ 1-2 തവണ അവധി ദിവസങ്ങളിൽ മക്കൾ വിളിച്ചു ചോദിക്കും, അമ്മേ അല്ലെങ്കിൽ ഡാഡ് എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ, ഞങ്ങൾ നാളെ ഒന്ന് കാണാൻ വരട്ടെ. അതായത് അച്ഛനെയും അമ്മയും കാണാൻ വരുന്നത് പോലും അറിയിച്ചിട്ട് വേണം എന്നുള്ളതാണ് അവിടുത്തെ രീതി. ആരെ കാണാൻ പോയാലും വിളിച്ച് അവരുടെ സൗകര്യം ചോദിച്ചിട്ട് വേണം വരാൻ. അങ്ങനെയാണ് എല്ലാ നാട്ടിലെയും ഒരു സിസ്റ്റം. ഈ അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെ വീട്ടിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മ മാത്രമായിരിക്കാം, ചിലപ്പോൾ അച്ഛൻ മാത്രമായിരിക്കാം, വീട്ടിൽ തനിച്ച് കഴിയാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ടല്ലോ. വീണ്ടും ക്ഷീണിതരായാൽ ഇവരെ നേഴ്സിംഗ് ഹോമുകൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങളിലേക്ക് മാറ്റും. ഈ നേഴ്സിംഗ് ഹോമുകളിൽ നല്ല ഫിസിഷ്യന്മാർ, ഡോക്ടർമാരുണ്ടാവും, ധാരാളം നേഴ്സുമാരുണ്ടാവും, ഓരോ ആളെയും പ്രത്യേകം കെയർ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ടാവും. അവരുടെ ഭക്ഷണം, അവരുടെ മരുന്ന്, അവരുടെ ദൈനംദിനമുള്ള എക്സസൈസുകൾ, അവരുടെ ഫിസിയോതെറാപ്പി, ഇതെല്ലാം ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടാവും. അതിന് ഇവരുടെ സോഷ്യൽ സെക്യൂരിറ്റിയിൽ നിന്ന്, ഇവർ ജോലി ചെയ്ത കാലത്ത് സമ്പാദിച്ചിരുന്ന പണത്തിൽ നിന്ന് ഒക്കെ ആ പണം എടുത്ത് ആ സോഷ്യൽ സെക്യൂരിറ്റി കൊണ്ട് ശിഷ്ടകാലം, മരണം വരെ ഈ നേഴ്സിംഗ് ഹോമുകളിൽ ഇവർക്ക് താമസിക്കാം. നേഴ്സിംഗ് ഹോം കൂടുതൽ അവസരമായവരാണ് കൂടുതലുള്ളത്. അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസിൻ്റെ അപ്പാർട്ട്മെൻറ്റുകൾ, വില്ലകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രോജക്റ്റുകളുണ്ട് അവിടെ. അതൊക്കെ നമ്മുടെ നാട്ടിൽ വരേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മക്കളെ കുറ്റം പറയുന്ന അർത്ഥമില്ല. ഓരോരോ സാഹചര്യങ്ങളാണ് മക്കൾ ജോലി ചെയ്യാൻ പോകുന്നത്. അവർക്കെല്ലാം നാട്ടിൽ നിന്ന് മാതാപിതാക്കളെ നോക്കാൻ കഴിയില്ല. അത് യാഥാർത്ഥ്യമാണ്. അതെല്ലാ വികസിത നാടുകളും അങ്ങനെയാണ്. സീനിയർ